ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പലവിധ സൂചനകളും വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഈ പരാജയത്തിനിടയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആശ്വാസകരമാകുന്ന ചില വാർത്തകളും വരുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ വോട്ട് ഷെയർ അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും കൂടുതലാണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 ലക്ഷം വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് തകർന്നടിഞ്ഞു എന്നുള്ളതാണ് ഓരോ ജനാധിപത്യ വിശ്വാസിയും സംശയിക്കുന്നത്. അതിൻ്റെ കാരണം കൂടുതലൊന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല, എല്ലാം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമാണ്. കാരണം കേരളത്തിലെ ഒരു 50% ആളുകളും രാഷ്ട്രീയപരമായിട്ടോ ആദർശപരമായിട്ടോ ചിന്തിച്ചു കൊണ്ടല്ല വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. അത് തികച്ചും വൈകാരികമാണ്. അതിൽ മുന്നിട്ട് നിൽക്കുന്ന ഘടകങ്ങൾ എപ്പോഴും ജാതി, അതുപോലെ തന്നെ മതം തുടങ്ങിയ സ്വഭാവവാക്യങ്ങളാണ്. അപ്രകാരമുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പരാജയം ഏറ്റുവാങ്ങിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ, യഥാർത്ഥ നിരീക്ഷകർ നിരീക്ഷിക്കുന്നത്. ഇവിടെ ഒരു വലിയ വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ട്. അത് ന്യൂനപക്ഷ ഭൂരിപക്ഷ മതവിഭാഗങ്ങൾക്കിടയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ധ്രുവീകരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായക്കാരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയും മറ്റ് പിന്തിരിപ്പൻ ശക്തികൾ എങ്ങനെ ഭൂരിപക്ഷ സമുദായക്കാരെ ഇടതുപക്ഷത്തിന് എതിരാക്കി എന്ന് നോക്കാം. അതിന് തുടക്കം കുറിച്ചത് പണ്ടത്തെ ആർത്തവ സമരത്തിലൂടെയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ശബരിമല കൊള്ളയിലൂടെയുമാണ്. ഇത് രണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതവിശ്വാസങ്ങൾക്ക് എതിരാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായങ്ങൾക്ക് എതിരാണ് എന്ന തരത്തിൽ ഒരു നരേറ്റീവ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അവസാനത്തേതാണ് ശബരിമല കൊള്ള. ശബരിമല കൊള്ള നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന വിധം പച്ച നുണ, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത നുണ, അതായത് വസ്തുതകളില്ലാത്ത നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ സമുദായങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു കയറാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ BJP, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി മുതലായ സംഘടനകൾ വരെ കളിച്ചിട്ടുണ്ട്. താങ്കളാൽ കഴിയുന്ന വിധം ഈ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാനുള്ള പരിശ്രമം ഇവരെല്ലാം നടത്തിയിട്ടുണ്ട്. അത് വിജയത്തിലെത്തി എന്നുള്ളതാണ്. ഏതായാലും ശബരിമലക്കുള്ളയിലെ യഥാർത്ഥ കള്ളന്മാർ അത് കോൺഗ്രസ്സുകാർ ആണ് എന്നും ആ കള്ളന്മാരുടെ ബന്ധം അന്ന് സോണിയാഗാന്ധി വരെ നീണ്ടു നിൽക്കുന്നതാണ് എന്നും നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ടുണ്ട്. അന്വേഷണം ആ വഴിക്കാണ് പോകുന്നത്. പക്ഷേ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ ഈ പറയപ്പെട്ട കോൺഗ്രസ്, BJP, ജമാഅത്ത്, മുസ്ലിം ലീഗ് മുതലായ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും വിജയിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ തെളിവുകളായിട്ട് വരുന്നത്. ഇനി ന്യൂനപക്ഷങ്ങളുടെ കാര്യമെടുക്കാം. മുസ്ലിം സമുദായം 90% എപ്പോഴും മുസ്ലിം ലീഗിൻ്റെ കൂടെയാണ്, ബാക്കിയുള്ളവർ കോൺഗ്രസിൻ്റെ കൂടെയുമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം സമുദായക്കാർ വളരെ കുറവാണ് എന്ന് പറയാം. ക്രൈസ്തവ സഭകളാകട്ടെ പാരമ്പര്യമായിട്ട് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുമാണ്. ആദ്യം ക്രൈസ്തവ സംഘടനയുടെ കാര്യമെടുക്കാം. ക്രൈസ്തവ സംഘടന ഇപ്രകാരം ഇടതുപക്ഷ മുന്നണിയുടെ ശത്രുക്കളായി മാറി. അതിൻ്റെ തുടക്കം കുറിക്കുന്നത് എറണാകുളത്തെ പളുരുത്തി എന്ന് പറയുന്ന, അവിടെ ഹിജാബ് ധരിച്ചെത്തിയ ഒരു മുസ്ലിം പെൺകുട്ടികളെ ക്ലാസ്സിൽ കയറ്റാത്തൊരവസ്ഥ വന്നിരുന്നു. സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ കന്യാസ്ത്രീയും ഈ പെൺകുട്ടിയെ സ്കൂളിൽ കയറ്റുകയില്ല, പ്രവേശിപ്പിക്കുകയില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചു. അവിടെ ശിരോവസ്ത്രം ഒഴിവാക്കി വന്നാൽ മാത്രമേ തങ്ങളുടെ വിദ്യാലയത്തിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നവർ ശഠിക്കുകയും ചെയ്തു. ഈ സമയത്ത് മതേതര വിശ്വാസികളൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ പിന്നിലാണ് അണിനിരുന്നത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഈ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യവുമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്തത്. കോൺഗ്രസ്
ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. IB ഈടനെ പോലെയുള്ള നേതാക്കന്മാർ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ട് നിങ്ങൾ ശിരോവസ്ത്രം ധരിക്കാതെ സ്കൂളിലേക്ക് പോകണം, ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഈ പ്രശ്നം മയപ്പെടുത്താൻ ശ്രമിച്ചത് എങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും നിലപാട് ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ച് തന്നെ വരട്ടെ, അവരെ ക്ലാസ്സിൽ കയറ്റണം, അല്ലാത്ത പക്ഷം ഈ വിദ്യാലയത്തിനെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ മുസ്ലിം പെൺകുട്ടിയെ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷ ഗവൺമെൻറ്റും ചേർത്ത് പിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും ക്രൈസ്തവ സഭകൾ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ് തങ്ങൾക്ക് എതിരാണ് എന്നൊരു ചിന്തയിൽ എത്തിച്ചേർന്നു. ഇവിടെ എല്ലാവിധ സഭകളും അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും തർക്കങ്ങളും എല്ലാം മറന്നുകൊണ്ട് ഇവിടെ ഗവൺമെൻറ് തങ്ങൾക്ക് എതിരാണ് എന്ന ചിന്തയിൽ എത്തിച്ചേർന്നു. സ്വാഭാവികമായിട്ടും ഇതിനുശേഷം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിക്കളഞ്ഞു. അതിൻ്റെ ലക്ഷണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ അനുഭവിച്ചതുമാണ്. ഇനി മുസ്ലിം സമുദായത്തിൻ്റെ കാര്യം നമുക്കറിയാം. അത് പണ്ടേ 90% അല്ലെങ്കിൽ ഒരു 70% ആളുകൾ UDFനെ പിന്തുണക്കുന്നവരാണ്, ലീഗിനെയും കോൺഗ്രസിനെയും പിന്തുണക്കുന്നവരാണ്. ഏറ്റവും ഒടുവിൽ സമസ്ത അതുപോലെ EK സുന്നി വിഭാഗങ്ങൾ മുസ്ലിം ലീഗിനെതിരെ UDFനെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നാട്ടിൽ വലിയ പ്രചാരണം നടത്തിയിരുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ട സംഘടനകളെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുകയും അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് EK സുന്നി വിഭാഗങ്ങൾ, AP സുന്നി വിഭാഗങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ എന്ന് അതിൻ്റെ നേതാക്കന്മാർ നിലപാട് സ്വീകരിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗ് മുതലായ സംഘടനകൾ എന്ത് വില കൊടുത്തും ഇടതു മുന്നണിയെ തറപറ്റിക്കണമെന്ന നിലപാടും സ്വീകരിച്ചു. ഇപ്രകാരമുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് സമുദായത്തിനിടയിൽ പ്രവർത്തിച്ചതുകൊണ്ട് മുസ്ലിം സമുദായം ഒന്നടങ്കം ധ്രുവീകരിക്കപ്പെടുകയും ആ ധ്രുവീകരിക്കപ്പെട്ട വോട്ടുകൾ അത് UDFിലേക്ക് മറിയുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സംഭവിച്ചത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിൽ ഒരിക്കലും കോണി എന്ന ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാകാതിരുന്ന മടിച്ചിരുന്ന ജനവിഭാഗങ്ങൾ, അത് സവർണ സമുദായക്കാരും അവർണ സമുദായക്കാരും എല്ലാവരും ഇപ്രാവശ്യം ഇടതുമുന്നണിയെ അട്ടപടലം തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒന്നടങ്കം പോയി കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്തതുകൊണ്ടാണ് ജില്ലയിലെ എല്ലാ സീറ്റുകളും അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചത്. BJPക്കാരും RSS പോലും കൈപ്പത്തിക്കും കോണി ചിഹ്നത്തിനും മലപ്പുറത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥിതി തന്നെയാണ് മലപ്പുറം മുതൽ അങ്ങോട്ട് വടക്കോട്ടും തെക്കോട്ടും തിരുവനന്തപുരം വരെയും കാസർഗോഡ് വരെയും സംഭവിച്ചത്. ഭൂരിപക്ഷ സമുദായങ്ങൾ ധ്രുവീകരിച്ച് ഒറ്റക്കെട്ടായി UDFന് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഒരു മലവെള്ളപ്പാച്ചിലിന് മുമ്പിൽ ഈ ഗവൺമെൻറ് ചെയ്ത നല്ല കാര്യങ്ങൾക്കൊന്നും, വികസന പ്രവർത്തനങ്ങൾക്കൊന്നും, മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവുകയുണ്ടായില്ല. അപ്രകാരമുള്ള പ്രസക്തികളൊക്കെ തന്നെ അപ്രസക്തമായി മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇടതുമുന്നണി ഈ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്.